the weight of a body at the surface of Earth is 18 Newton. The weight of the body at an altitude of 3200 km above the Earth's surface is. അപ്പോൾ ഇവിടെ ചോദ്യം വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതായത് എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ബോഡീൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 18 ന്യൂട്ടൺ ആണെങ്കിൽ കുറച്ച് ഹൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ബോഡിയുടെ തന്നെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് ഇസ് ഈക്വൽ ടു mg ആൻഡ് അത് തന്നിരിക്കുന്നത് 18 ന്യൂട്ടൺ ആണ്. ആൻഡ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 3200 കിലോമീറ്റർ. ആൻഡ് ഈ 3200 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്തിൻ്റെ പകുതിയാണ്. ഓക്കെ, റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞത് 6400 കിലോമീറ്റർ ആണ്. അതിൻ്റെ പകുതിയാണ് 3200 കിലോമീറ്റർ. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റിൻ്റെ ഇക്വേഷൻ വന്നിട്ട് GS/1+h/r² ആണ്. ആൻഡ് അതിൽ ഈ എച്ച് അതായത് r/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 × g/9 കിട്ടും. എന്നിട്ട് ഈ വാല്യൂ നമ്മൾ വെയിറ്റിൻ്റെ ഇക്വേഷൻ ഇടാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. ആൻഡ് ഇൻറ്റു 4/9 കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ് ലാസ്റ്റ് 8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ വെയിറ്റ് ഓഫ് എ ബോഡി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ഇസ് 100 ന്യൂട്ടൺ. The gravitational force on it when takes it a height from the surface of earth equal to 1/4 of the radius of the earth is. അപ്പോൾ ഇവിടെ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആൻഡ് ഇവിടെ എർത്തിൻ്റെ സർഫസിലെ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. ആൻഡ് ഞാനൊരു ഹൈറ്റിലേക്ക് പോയി. ആൻഡ് ആ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ബൈ 4 ആണ്. ഓക്കെ, ആൻഡ് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് 16 × g/25 കിട്ടും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വെയിറ്റിൻ്റെ ഇക്വേഷനിൽ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ലാസ്റ്റ് 64 ന്യൂട്ടൺ എന്ന് കിട്ടും. ഈ ഒരു മോഡലിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി വെയിറ്റ് ഓഫ് എ ബോഡി ഓൺ ദി എർത്ത് ഇസ് 400 ന്യൂട്ടൺ. ദെൻ വെയിറ്റ് ഓഫ് ദി ബോഡി വെൻ ടേക്സ് ടു എ ഡെപ്ത് ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. ഇവിടെ ഡെപ്തിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഡെപ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ബൈ 2 ആണ്. അതായത് റേഡിയസ് ഓഫ് എർത്തിൻ്റെ പകുതിയാണ്. ആൻഡ് ഇവിടെ ഡെപ്തിൻ്റെ ഇക്വേഷൻ വന്നിട്ട് GS/1 - d/r ആണ്. ആൻഡ് ഡിയുടെ അവിടെ r/t സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് GS/1/2 കിട്ടും. ആൻഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ W = mg × 1/2 ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The acceleration due to gravity at height h above the earth if r is greater than h is given by. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് g' = g × 1 - 2h/r. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A body weight W is projected vertically upwards from Earth's surface to reach a height above the earth which is equal to 9 times the radius of earth. The weight of the body at that height will be. അപ്പോൾ ഇതിൽ ഹൈറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9r. അപ്പോൾ ഞാൻ ഒരു എർത്തിൻ്റെ സർഫസ് മുകളിൽ നിന്നിട്ട് ഒരു സാധനം മുകളിലേക്ക് എറിയാണ്. ആൻഡ് ആ എറിഞ്ഞ ഹൈറ്റ് എന്ന് പറയുന്നത് 9r ആണ്. ആൻഡ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വെയിറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ ആദ്യം നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദാറ്റ് ഹൈറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു GS/1+h/r² ചെയ്യാം. എന്നിട്ട് ഹൈറ്റിൻ്റെ അവിടെ 9r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് GS/100 കിട്ടും. ആൻഡ് വെയിറ്റിൻ്റെ ഇക്വേഷൻ വന്നിട്ട് m × g ആണ്. ആൻഡ് g മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരാ, പകരം g × 1/100 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് weight/100 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ബേസിക്കലി ആ ഹൈറ്റിലുള്ള ആ ബോഡിയുടെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു W/100.